+2 മാത്തമാറ്റിക്സ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന 6th ചാപ്റ്ററിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ, ഇക്വേഷൻ ഓഫ് ടാൻജന്റ്സ് ആൻഡ് നോർമൽസ് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ അതുമായി റിലേറ്റ് ചെയ്ത കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദ കർവ് given by x equal to a sin cube t, y equal to b cos cube t at a point where t equal to pi by 2. Here curve is given in the parametric form. ഒരു പാരാമെട്രിക് ഫോമിൽ തന്നാൽ എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. Here dy by dx equal to dy by dt divided by dx by dt. First differentiate y with respect to t and then differentiate x with respect to t. Divide these two derivatives, we get dy by dx. First dy by dt equal to d by dt y equal to b cos cube t equal to b into cos cube t. പവർ ആണ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. അപ്പൊ കോസ് ക്യൂബ് ടിയുടെ ഡെറിവേറ്റീവ് 3 കോസ് സ്ക്വയർ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി മൈനസ് സൈൻ ടി. ഇതേ പ്രോബ്ലം തന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ കോസ് ക്യൂബ് ടിയുടെ ഡെറിവേറ്റീവ് 3 കോസ് സ്ക്വയർ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി മൈനസ് സൈൻ ടി ഈക്വൽ ടു മൈനസ് 3b കോസ് സ്ക്വയർ ടി സൈൻ ടി. നെക്സ്റ്റ് dx by dt ഈക്വൽ ടു d by dt a sin cube t. Similarly, a into 3 sin square t into derivative of sin t cos t equal to 3a sin square t cos t. Next, substitute these two answer in dy by dx. We get minus 3b cos square t sin t divided by 3a sin square t cos t. ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? 3 and 3 ക്യാൻസൽഡ്. ഒരു കോസ് ക്യാൻസൽ ആവും. കോസ് സ്ക്വയർ ടി ഉണ്ട്, ഹിയർ കോസ് ടി. അപ്പോ ഇവിടെ ഒരു കോസ് ടി റിമെയിൻ ചെയ്യും. സൈൻ ടി ക്യാൻസൽ ആകും. ഇവിടെ സൈൻ സ്ക്വയർ ടി ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു സൈൻ ടി റിമെയിൻ ചെയ്യും. അപ്പോ മൈനസ് ബി കോസ് ടി divided by a sin t. This one is dy by dx. Next, find equation of tangent. Equation of tangent കണ്ടുപിടിക്കാൻ first find out slope of tangent. What is slope of tangent? Slope of tangent m equal to dy by dx at t equal to pi by 2. അപ്പോ dy by dx ടിക്ക് പകരം പൈ ബൈ 2 കൊടുക്കണം. ഈക്വൽ ടു മൈനസ് ബി കോസ് പൈ ബൈ 2 ഡിവൈഡഡ് ബൈ എ സൈൻ പൈ ബൈ 2. വാട്ട് ഈസ് കോസ് പൈ ബൈ 2? 0. സൈൻ പൈ ബൈ 2 1. ഹെൻസ് 0 by 1. 0 by 1 equal to 0. Equation of tangent. What is equation? Y minus y0 equal to m into x minus x0. Here x0 and y0 are values of x and y at t equal to pi by 2. So x0 equal to
എ സൈൻ ക്യൂബ് ടിയില് ടിയുടെ സ്ഥാനത്ത് π/2 കൊടുക്കണം. അപ്പൊ എ സൈൻ ക്യൂബ് π/2, സൈൻ π/2 ഹോൾ ക്യൂബ്, സൈൻ π/2 ഈസ് 1. അപ്പൊ 1 ക്യൂബ് എന്താ കിട്ടുക? 1 കിട്ടും. a × 1 ഈക്വൽ ടു a. നെക്സ്റ്റ് y0 ഈക്വൽ ടു b കോസ് ക്യൂബ് π/2. ബട്ട് കോസ് π/2 ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? 0. സൈൻ π/2 1 ആയതുകൊണ്ട് a കിട്ടും. കോസ് π/2 0 ആയതുകൊണ്ട് b × 0 that is 0. m equal to 0. Substitute these three values in this equation. We get y minus 0 equal to 0 into x minus a. 0 into x minus a 0 കിട്ടും. y minus 0 y. അപ്പോൾ y equal to 0. y equal to 0 is equation of tangent. Next, slope of normal. What is slope of normal? Formula minus 1 by m equal to minus 1 by 0 equal to infinite. Next, equation of normal y minus y0 into m plus x minus x0 equal to 0. It is y minus 0 into 0 plus x minus a equal to 0. y minus 0 into 0 എന്താകും? 0 ആകും. Hence x minus a equal to 0, that is x equal to a. This equation of normal. Next problem. Find the point at which the tangent to the curve y equal to root 4x minus 3 minus 1 has its slope 2/3. Here given slope of tangent equal to 2/3. അപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് 2/3 വരുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഗിവൺ m ഈക്വൽ ടു 2/3. വാട്ട് ഈസ് m? m ഈസ് dy/dx അറ്റ് ദ പോയിന്റ്. അപ്പൊ ഫസ്റ്റ് ഫൈൻഡ് ഡെറിവേറ്റീവ്. y ഈക്വൽ ടു റൂട്ട് 4x മൈനസ് 3 മൈനസ് 1. അപ്പൊ dy/dx ഈക്വൽ ടു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് 4x മൈനസ് 3യുടെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് 4x മൈനസ് 3. നെക്സ്റ്റ് 4x മൈനസ് 3യുടെ ഡെറിവേറ്റീവ് വേണം. 4 into 1. 3യുടെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ 4 into 1 ദാറ്റ് ഈസ് 4. 1 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഹെൻസ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് 0. അപ്പൊ റൂട്ട് 4x മൈനസ് 3യുടെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് 4x minus 3 into 4. Here 4 and 2 cancelled. We get 2 by root 4x minus 3. Given slope of tangent equal to 2/3. That is 2 by root 4x minus 3 equal to 2/3. 2 and 2 cancelled. Then root 4x minus 3 equal to 3 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് 4x മൈനസ് 3 ഈക്വൽ ടു 3 ആയിരിക്കും. റൂട്ട് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യുക. അപ്പൊ റൂട്ട് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് പോയിട്ട് എന്ത് വരും? 4x മൈനസ് 3 വരും. ഹിയർ 3 സ്ക്വയർ ഈക്വൽ ടു 9 വരും. അപ്പൊ 4x മൈനസ് 3 ഈക്വൽ ടു 9. 4x ഈക്വൽ ടു 9 പ്ലസ് 3 ദാറ്റ് ഈസ് 12. x ഈക്വൽ ടു 12/4 ഈക്വൽ ടു 3 കിട്ടും. ഹെൻസ് x വാല്യൂ ഈക്വൽ ടു 3. x വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y വാല്യൂ കിട്ടും. അപ്പോൾ y ഈക്വൽ ടു റൂട്ട് 4 into 3 minus 3 minus 1. 4 into 3 is 12. 12 minus 3 is 9. റൂട്ട് 9 എത്രയാ? 3. 3 minus 1 equal to 2. Hence the point at which tangent to the curve has a slope 2/3 is ordered pair 3, 2. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് dy/dx ആണെന്ന് അറിയാം. അപ്പൊ dy/dx കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ 2/3 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ
നമുക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടും. എക്സ് കോർഡിനേറ്റ് കിട്ടിയാൽ y ഈക്വൽ ടു ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y കോർഡിനേറ്റും കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് all lines having slope 2 and being tangent to the curve y plus 2 by x minus 3 equal to 0. അപ്പൊ ഇവിടെ സ്ലോപ്പ് 2 ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻസ് കണ്ടുപിടിക്കണം. ടാൻജന്റ് ടു ദ കർവ് y plus 2 by x minus 3 equal to 0. That means ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കണം. ഈ കർവിന് ടാൻജന്റ് ആയിട്ടുള്ള ലൈനാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കണം. പക്ഷെ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ആവശ്യമാണ്? പോയിന്റ് ആവശ്യമാണ്. ഹിയർ പോയിന്റ് തന്നിട്ടില്ല, ബട്ട് എന്ത് തന്നിട്ടുണ്ട്? സ്ലോപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ രീതിയിൽ പോയിന്റ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക ആൻഡ് ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് പോയിന്റ്സ്, വി ഗെറ്റ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. First find dy by dx. Y plus 2 by x minus 3 equal to 0. Hence, y equal to minus 2 by x minus 3. ഈ പ്ലസ് ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ മൈനസ് 2 by x minus 3. നെക്സ്റ്റ് dy by dx. ഹിയർ 1 by x ഫോമിലാണ്. 1 by xന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1 by x സ്ക്വയർ ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിൽ അത് പഠിച്ചതാണ്. 1 by xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by x സ്ക്വയർ. ഹെൻസ് dy by dx ഈക്വൽ ടു ഈ മൈനസ് ഓൾറെഡി മൈനസ് 2 by x minus 3 ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടുത്തെ x minus 3 എന്താകും? x minus 3 ഹോൾ സ്ക്വയർ ആകും. അപ്പൊ ഈ രണ്ട് നെഗറ്റീവ് എന്താകും? പോസിറ്റീവ് ആകും. അപ്പൊ 2 by x minus 3 ഹോൾ സ്ക്വയർ. അപ്പൊ 1 by x മൈനസ് 1 by x സ്ക്വയർ. ആ മൈനസും മൈനസും പ്ലസ് ആകും. x minus 3 ഹോൾ സ്ക്വയർ ആകും. Given dy by dx equal to 2. അപ്പൊ 2 by x minus 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2. ഈ 2ഉം കട്ട് ചെയ്താൽ എന്നിട്ട് x minus 3 ഹോൾ സ്ക്വയർ ഈ സൈഡിലേക്ക് എടുത്താൽ എന്ത് കിട്ടും? x minus 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. 2 കട്ടായല്ലോ. അപ്പൊ x minus 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ x minus 3 ഈക്വൽ ടു 1 or x minus 3 ഈക്വൽ ടു മൈനസ് 1. റൂട്ട് 1 അല്ലേ? റൂട്ട് 1 എന്താണ്? പ്ലസ് ഓർ മൈനസ് 1 ആകും. അപ്പൊ x minus 3 ഈക്വൽ ടു 1 or x minus 3 ഈക്വൽ ടു മൈനസ് 1. x minus 3 1 ആണെങ്കിൽ x ഈക്വൽ ടു 1 പ്ലസ് 3, x ഈക്വൽ ടു 4 or x equal to minus 1 plus 3, that is x equal to 2. So we get the values of x are 4 or 2. ഇനി x 4 ആകുമ്പോൾ corresponding y value എന്തായിരിക്കും? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. y equal to minus 2 divided by 4 minus 3. What is 4 minus 3? 1. അപ്പോൾ minus 2 by 1 is x 4 ആകുമ്പോൾ y equal to minus 2. x 2 ആകുമ്പോഴോ 2 minus 3. 2 minus 3 എത്രയാ? മൈനസ് 1. അപ്പൊ ഈ മൈനസും കട്ട് ചെയ്തിട്ട് എന്ത് കിട്ടും? y equal to 2. അപ്പൊ x 4 ആകുമ്പോൾ y equal to minus 2. x 2 ആകുമ്പോൾ y equal to 2. Hence points are 4 minus 2 and 2 2. 2 2 and 4 minus 2. അപ്പോൾ സ്ലോപ്പ് m എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് ടാൻജന്റ് ഉണ്ട്. 2 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ടാൻജന്റ് ഉണ്ട്. 4 minus 2 എന്ന് പറഞ്ഞ പോയിന്റിൽ വേറൊരു ടാൻജന്റ് ഉണ്ട്. അപ്പൊ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അറ്റ് 2 2. ദാറ്റ് മീൻസ് x 0 equal to 2, y 0 equal to 2, m equal to 2. അപ്പോൾ y minus y0 equal to m into x minus x0, y minus 2 equal to 2 into x minus 2. y minus 2 equal to 2x minus 4. എല്ലാം ഈ സൈഡിലേക്ക് എടുത്താൽ 2x, y ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് y, മൈനസ് 4 ഓൾറെഡി ഉണ്ട്, മൈനസ് 2 ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 2 ഈക്വൽ ടു 0. മൈനസ് 4 പ്ലസ് 2 മൈനസ് 2. അപ്പൊ 2x മൈനസ് y മൈനസ് 2 ഈക്വൽ ടു 0. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അറ്റ് 4 minus 2. That is
x0 equal to 4, y0 equal to -2. y minus y0 equal to m into x minus x0. This y minus -2 equal to 2 into x minus 4. രണ്ട് നെഗറ്റീവ് എന്താവും? പ്ലസ് ആവും. y plus 2 equal to 2x minus 8. ഈ സൈഡിലേക്ക് എടുത്താൽ 2x, y ഈ സൈഡിലേക്ക് വരുമ്പോൾ -y, -8 plus 2 ഈ സൈഡിലേക്ക് വരുമ്പോൾ -2 equal to 0. അപ്പോൾ 2x minus y minus 10 equal to 0. This equation of tangents are 2x minus y minus 2 equal to 0 and 2x minus y minus 10 equal to 0. Next question. Find the points on the curve x square by 4 plus y square by 25 equal to 1 at which the tangents are parallel to x-axis and parallel to y-axis. അപ്പോൾ ഈ എലിപ്സിന്റെ പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ടാൻജന്റും വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ടാൻജന്റും. ഫസ്റ്റ് നമുക്ക് ഏതായാലും പോയിന്റ്സ് കണ്ടുപിടിക്കാൻ എന്താ വേണ്ടേ? ഡെറിവേറ്റീവ് ഏതായാലും ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് dy by dx. ത്രൂ ഔട്ട് ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2x by 4 പ്ലസ് വൈ സ്ക്വയർ 2y പിന്നെ വൈയുടെ ഡെറിവേറ്റീവായ dy by dx ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 1 ഈസ് 0. അപ്പൊ എക്സ് സ്ക്വയർ 2x ആകും, വൈ സ്ക്വയർ 2y dy by dx. From this find out dy by dx. അതിനെന്ത് വേണം? അപ്പൊ 2x by 4 അതിൽ 2 4 2 ടൈംസ് പോകുമല്ലോ. അപ്പൊ x by 2. നെക്സ്റ്റ് x by 2 ഈ സൈഡിലേക്ക് എടുത്താൽ 2y dy by dx divided by 25 equal to minus x by 2. Hence dy by dx equal to 25 ഈ സൈഡിലേക്ക് വരും. അപ്പൊ 25x ഡിവൈഡഡ് ബൈ 2 into 2y that is 4y. അപ്പൊ മൈനസ് 25x by 4y അല്ലെ, 25 മുകളിലേക്ക് വരും. 2y ഇതിനോടുകൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 4y ആകും. Hence we get dy by dx equal to minus 25x by 4y. First one parallel to x axis. അപ്പൊ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈ ലൈന് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 0 ആണ്. അപ്പൊ സ്ലോപ്പ് ഓഫ് ലൈൻ ഈക്വൽ ടു ടാൻ തീറ്റ. ഹിയർ തീറ്റ ഈക്വൽ ടു 0. അപ്പൊ ടാൻ 0 എത്രയാണ്? 0. അപ്പൊ സ്ലോപ്പ് ഈക്വൽ ടു 0. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? dy by dx അല്ലേ. അപ്പൊ dy by dx ഈക്വൽ ടു 0 minus 25x by 4y equal to 0. അപ്പോൾ 25x equal to 0 gives x equal to 0. അല്ലെ, 4y ഇവിടെ പോകുമ്പോൾ 0 വരും. 25 ഒക്കെ 0 ആർട്ടിസിലേക്ക് എടുക്കുമ്പോൾ കട്ടായിട്ട് പോകും. പിന്നെ എന്താ വരുക? x equal to 0. അപ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. x equal to 0. ഇനി x 0 ആകുമ്പോഴുള്ള y വാല്യൂ എത്രയാ? 0 സ്ക്വയർ ബൈ 4 പ്ലസ് y സ്ക്വയർ ബൈ 25 ഈക്വൽ ടു 1. 0 സ്ക്വയർ ബൈ 4 0 ആകും. അപ്പൊ y സ്ക്വയർ ബൈ 25 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് y സ്ക്വയർ ഈക്വൽ ടു 25, y ഈക്വൽ ടു 5 or minus 5. Hence the points are 0, 5 and 0, minus 5. അപ്പൊ രണ്ട് പോയിന്റ്സ് ആണ് ടാൻജൻസ് പാരലൽ ടു എക്സ് ആക്സിസ് ആകുന്നത്. ഫസ്റ്റ് പോയിന്റ് 0, 5 ആൻഡ് സെക്കൻഡ് പോയിന്റ് 0, minus 5. നെക്സ്റ്റ് പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈന്, അപ്പൊ അതിന്റെ ആംഗിൾ എത്രയാ? π/2. അപ്പൊ ടാൻ π/2 ഈക്വൽ ടു എത്ര വരിക? ഇൻഫിനിറ്റ് ആണ് വരിക. അപ്പൊ സ്ലോപ്പ് ഓഫ് ലൈൻ parallel to y axis equal to infinity. Slope equal to infinity. That is minus 25x by 4y equal to infinity. അപ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്താ കിട്ടും?
4y divided by 25x equal to 0 ആകും. ദാറ്റ് മീൻസ് y equal to 0 അല്ലെ. ഇതിന് y 0 ആയാലാണല്ലോ ഇൻഫിനിറ്റി വരിക. അപ്പൊ ഹെൻസ് y equal to 0. y 0 എന്ന് കൊടുത്താൽ x square by 4 പ്ലസ് 0 square by 25 equal to 1. അപ്പൊ ഈ ടേം 0 ആയിട്ട് പോയി. x square by 4 equal to 1. അപ്പൊ x square equal to 4, that is x equal to 2 or -2. അപ്പൊ points at which the tangents are parallel to y-axis are 2, 0 and -2, 0. y 0 ആയതുകൊണ്ട് സെക്കൻഡ് 0 വരും. അപ്പൊ 2, 0 and -2, 0. Thank you.